ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മുടി എങ്ങനെ പെട്ടെന്ന് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് കാണാനിരിക്കുന്നത്, എസ്പെഷ്യലി സമ്മർ സീസണിൽ. അതിന് മുന്നായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഹെയർ ഗ്രോത്ത് സൈക്കിൾ എന്താണെന്ന് നോക്കാം. ഹെയർ ഗ്രോത്ത് സൈക്കിളിൽ നമുക്ക് 3 ഫേസ് ആണ് ഉള്ളത്. ആനജൻ, കാറ്റജൻ ആൻഡ് ടെലജൻ എന്ന് പറയും. ആനജൻ എന്ന് പറയുന്നതാണ് ഗ്രോത്ത് ഫേസ് എന്ന് പറയാം. ഈ സമയത്താണ് നമ്മുടെ മുടി നന്നായിട്ട് തഴച്ച് വളരുന്ന ഒരു ഫേസ് എന്ന് പറയാം. നല്ല തിക്കുള്ള നീണ്ട മുടി വളരുന്ന ഒരു ഫേസ്. കാറ്റജൻ ഫേസ് എന്ന് പറയുന്നത് ട്രാൻസിഷണൽ ഫേസ് ആണ്. ഈ ഫേസിൽ നമ്മുടെ മുടി രക്തയോട്ടത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. ഈ സ്റ്റേജിൽ നമ്മുടെ മുടി വളരുകയും ഇല്ല, കൊഴിഞ്ഞു പോകുകയും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജ് ആണ് കാറ്റജൻ എന്ന് പറയാം. ഈ സമയത്ത് നമ്മൾ എന്ത് തന്നെ ചെയ്താലും നമ്മുടെ മുടിയുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു ചേഞ്ചും ഇല്ലാതെ ഇരിക്കും. ടെലജൻ ഫേസ് എന്ന് പറയുന്നത് മുടി കൊഴിഞ്ഞു പോണ ഫേസ് ആണ്. അപ്പൊ ഈ ഫേസിലായിരിക്കും നമുക്ക് മുടി കൊഴിച്ചൽ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ടെലജൻ ഫേസിൽ മുടി കൊഴിഞ്ഞതിന് ശേഷം പുതിയ മുടി വളരാതിരിക്കുമ്പോഴാണ് നമുക്ക് കഷന്റെയും ഹെയർ തിന്നിങ്ങും ഇതുപോലത്തെ പ്രോബ്ലംസ് എല്ലാം തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ച് വിശദീകരണമായിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ ചില ടിപ്സ് ആണ് കാണാനിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമ്മർ സീസൺ എന്ന് പറയുന്നത് മുടി വളരുന്ന ഒരു സീസണാണ്. അപ്പോൾ ഈ സീസണിൽ നമ്മുടെ മുടിക്ക് പ്രത്യേകിച്ച് മെയിൻ്റനൻസും നല്ല കെയറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി നല്ല തിക്കായിട്ട് നീളത്തിലും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ പേർക്ക് മാനജൻ ഫേസ്, ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത് സമ്മർ സീസണിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ സീസണിൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നീണ്ട മുടി കിട്ടുക എന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. വേനൽക്കാലം തുടങ്ങി കഴിഞ്ഞു. നിങ്ങൾ മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യുന്നത് മുടി ട്രിം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മുടിക്ക് സ്പ്ലിറ്റൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ട്രിം ചെയ്ത് കളയുമ്പോൾ സ്പ്ലിറ്റൻസ് എല്ലാം മാറിയിട്ട് നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടുള്ള പോലെ തോന്നും. അതുമാത്രമല്ല, നമുക്ക് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും മുടി രണ്ടായിട്ട് പൊട്ടി പോകുന്നത് കാരണം നമുക്ക് മുടി വളർന്നാലും വളരാത്ത ഒരു ഫീലായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുടിയുടെ സ്പ്ലിറ്റൻസ് എല്ലാം തന്നെ കളയുക, നല്ലൊരു ട്രിം കൊടുക്കുക. ഒരുപാട് വെട്ടിക്കളയരുത്, 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വരെയ്ക്ക് നമുക്ക് വെട്ടിക്കളയാം. രണ്ടാമത്തെ ടിപ്പ് പ്രോട്ടീൻ ഇൻടേക്ക് ആണ്. നമ്മുടെ മുടി എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ കെരറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടാണ്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് അത്യാവശ്യമാണ്. പ്രോട്ടീൻ അത്യാവശ്യത്തിന് നമ്മുടെ ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിയും, മുടിക്ക് ഉള്ളു കുറവാകും, ഹെയർ തിന്നിങ് ഉണ്ടാവും, അതുപോലെ തന്നെ മുടിയുടെ കളറ് മാറും, മുടി വളരാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കാരണം ചിലർക്ക് മുടി കൊഴിച്ചതും മുടി വളരാതിരിക്കുന്നതും എല്ലാം തന്നെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഡെയിലി നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് പ്രോട്ടീൻ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാലിൻ്റെ പ്രോഡക്ട്സും ചീസും മുട്ട, ചിക്കൻ, ഫിഷ്, പൾസസ് അതായത് പരിപ്പ് വകകൾ, നട്ട്സ്, ഇതിലെല്ലാം തന്നെ പ്രോട്ടീൻ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നമുക്ക് ഡയറി പ്രോഡക്ട്സും ഇതുപോലെ പരിപ്പ് വകകളും എല്ലാം കഴിക്കുന്നത് മൂലം നമുക്ക് പ്രോട്ടീൻ അത്യാവശ്യത്തിന് നേടിയെടുക്കാം. മൂന്നാമത്തെ ടിപ്പ് ബി വിറ്റമിൻസ് ആണ്. ബി കോംപ്ലക്സ് വിറ്റമിൻസ് നമ്മുടെ ആരോഗ്യത്തിനും സ്കിന്നിനും ഹെയറിനും എല്ലാം തന്നെ അത്യാവശ്യമാണ്. ബി കോംപ്ലക്സ് വിറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലും സ്കിൻ പ്രോബ്ലംസും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വരും. അതുകൊണ്ട് നമ്മൾ ബി കോംപ്ലക്സ് വിറ്റമിൻസ് ഡെഫിഷ്യൻസി വരാതിരിക്കാനായിട്ട് ധാരാളം പച്ചക്കറികളും പഴങ്ങളും എല്ലാം കഴിക്കുക. നമുക്ക് സമ്മർ സീസണിൽ കിട്ടാവുന്ന പച്ചക്കറികളും പഴങ്ങളും എല്ലാം കഴിച്ചാൽ തന്നെ നമുക്ക് ബി കോംപ്ലക്സ് വിറ്റമിൻസ് അത്യാവശ്യത്തിന് നമ്മുടെ ദേഹത്തിന് ലഭ്യമാകും. പപ്പാളിയിൽ കൂടുതൽ ബി കോംപ്ലക്സ് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പപ്പാളി കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിൻ ഹെൽത്തിനും ഹെയർ ഹെൽത്തിനും എല്ലാം തന്നെ. നാലാമത്തെ ടിപ്പ് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. സമ്മർ സീസണിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനായിട്ട് വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടെ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. വെള്ളം തന്നെ കുടിക്കണമെന്നില്ല, ലിക്വിഡ് ആയിട്ടുള്ള എന്തും നമുക്ക് കുടിക്കാം. സംഭാരം കുടിക്കാം, ഫ്രൂട്ട് ജ്യൂസ്, ഇതുപോലെ വെള്ളം ലിക്വിഡ് ആയിട്ടുള്ള എന്തും നമ്മൾ കുടിച്ച് നമ്മുടെ ബോഡീനെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാം. അഞ്ചാമത്തെ ടിപ്പ് എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ്. അപ്പം നല്ല ഭക്ഷണം കഴിക്കുക, നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നല്ല കെയർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേനൽക്കാലത്താണ് നമ്മുടെ മുടി പെട്ടെന്ന് വളരുക, നീളം വെക്കാന്നെല്ലാം. മുടി നല്ല ഉള്ളു വെക്കാനും നീളം വെക്കാനും ഈ വേനൽക്കാലത്ത് നമ്മൾ ആഴ്ചയിൽ 2-3 തവണ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ച് കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എണ്ണ തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ നല്ല ന്യൂട്രീഷണൽ ആയിട്ടും ഉള്ളതും നല്ല ക്വാളിറ്റി ഉള്ള എണ്ണയും ആയിരിക്കണം. മിനറൽ ഓയിലെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള എണ്ണ ഒരിക്കലും നമ്മുടെ തലയിൽ യൂസ് ചെയ്യരുത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതാണ് നമ്മുടെ ഹെയർ ഓയിലിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
ആറാമത്തെ ടിപ്പ് നമ്മുടെ തലയിൽ ഹെയർ പാക്സ് എല്ലാം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വീട്ടിൽ കിട്ടാവുന്ന നേച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെയർ പാക്സ് എല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പും മുടിയും എല്ലാം നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് സഹായിക്കും. അതുമാത്രമല്ല നമ്മുടെ മുടി വളർച്ച പ്രൊമോട്ട് ചെയ്യാനായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഓരോ സീസണിലും ഓരോ വിധത്തിലായിരിക്കണം മാസ്ക് എല്ലാം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വിന്റർ സീസണിൽ ഉപയോഗിച്ച അതേ മാസ്ക് ആയിരിക്കില്ല നമുക്ക് സമ്മർ സീസണിലും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സമ്മർ സീസണിൽ പ്രത്യേകിച്ച് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ചില ഹെയർ മാസ്ക് എല്ലാം തന്നെ ഞാൻ വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. ആഴ്ചയിൽ 1-2 തവണ ഇതുപോലെ ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ഹെയർ നല്ലോണം ആരോഗ്യത്തോടെ തിളങ്ങാനായിട്ടും വളരാനായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുടി ടൈറ്റ് ആയിട്ട് കെട്ടിവെക്കാതെ ഇരിക്കുക. നമുക്ക് വേനൽക്കാലത്ത് എന്ന് പറയുമ്പോൾ നല്ലോണം വേർക്കും. അപ്പോൾ ലൂസ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ആയിരിക്കും നമുക്ക് ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. ടൈറ്റ് ആയിട്ട് കെട്ടിവെച്ച് കഴിഞ്ഞാൽ വേർപ്പ് നമ്മുടെ തലയിൽ തന്നെ ഉണ്ടായിരുന്നിട്ട് നമുക്ക് ഡാൻഡ്രഫും പിന്നെ തലമുടി കൊഴിച്ചതിനും അത് കാരണമാവും. അതുമാത്രമല്ല ഒരുപാട് ഫ്രിക്ഷൻ കാരണം നമ്മുടെ മുടി പൊട്ടി വീഴാനായിട്ട് അത് കാരണമാവും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. രാത്രി കിടക്കുമ്പോൾ മുടി എപ്പോഴും ലൂസായിട്ട് ഒരു ബണ്ണ് പോലെ കെട്ടിവെക്കുക, അല്ലെങ്കിൽ ലൂസായിട്ട് പിന്നിയിട്ടിട്ട് കെട്ടിവെച്ചിട്ട് ഉറങ്ങുവാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഹീറ്റ് സ്റ്റൈലിംഗ് ടൂൾസ്, അതായത് കേളിംഗ് അയൺ, സ്ട്രൈറ്റനിങ് അയൺസ്, ഡ്രയേഴ്സിന്റെ യൂസേജ് എല്ലാം തന്നെ കുറയ്ക്കുക. ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ യൂസേജ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചൂട് കാലത്ത് ഇതും കൂടി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി നല്ലോണം ഡാമേജ് ആകും, പൊട്ടി വീഴും. അതുപോലെ തന്നെ മുടി വളരാതിരിക്കാനായിട്ടും ഇത് കാരണമാവും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുടിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. ഒരുപാട് നേരം നമ്മൾ വെയിലത്ത് പോകണമെന്നുണ്ടെങ്കിൽ തലയിൽ സ്കാർഫോ അല്ലെങ്കിൽ തൊപ്പിയോ ഇട്ടിട്ട് നമ്മുടെ മുടിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഒരുപാട് നേരം നമ്മൾ വെയിലത്ത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡാമേജ് ആവും. അതുകൊണ്ട് ഒരു സ്കാർഫോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മുടി കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ആണ്. വേനൽക്കാലത്ത് പൊതുവെ നേച്ചുറൽ ഹോം മെയ്ഡ് ഷാംപൂസ് ആണ് നല്ലത്. താളിപ്പൊടികളും താളികളും വീട്ടിലുണ്ടാക്കിയ ഷാംപൂസ് എല്ലാമാണ് വളരെ നല്ലത് മുടി കഴുകാനായിട്ട്. ഇതെല്ലാം ഉണ്ടാക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ മൈൽഡ് ഷാമ്പു യൂസ് ചെയ്ത് മുടി കഴുകാം. ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽ ഷാംപൂസ് ഒഴിവാക്കുന്നതായിരിക്കും വളരെ നല്ലത്. എനിക്ക് ഇഷ്ടപ്പെട്ട ചില മൈൽഡ് ഷാംപൂസ് എല്ലാം തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മുടി വളരാനായിട്ടും മുടി ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടും ചില DIYs എല്ലാം തന്നെ ഞാൻ വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലൊരു നല്ല വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് പ്രിയ ജയൻ. ബൈ, ടേക്ക് കെയർ.